പേഴ്സണാലിറ്റി എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. അത് അവന്റെ സ്വഭാവമാണ്, അത് അവിടെ സ്വഭാവമാണ്, അവൻ അങ്ങനെ. പിന്നെയും സ്ത്രീകൾക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഡിപ്പെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ പറയും അവള് പാവാട്ടോ, ഹസ്ബൻഡ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല കേട്ടോ. അതിനെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായി? ഒരു പുരുഷനായാൽ അത്രയൊക്കെ വേണം എന്നുള്ളൊരു ധാരണയാണ്. ഒരു ഭർത്താവ് ഭാര്യയെ തല്ലുന്നതിൽ എന്താ പ്രശ്നം? മെജോറിറ്റിയും ലേഡീസിനാണ് പ്രശ്നം. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിന്ന്. അപ്പം അതറിഞ്ഞ ഉടനെ ഞാൻ മുകളിലത്തെ നിലയിൽ നിന്ന് എടുത്ത് ചാടി. എനിക്ക് തോന്നുന്നു ഒരു 28കാരൻ ഒരു ഒരു 7 വയസ്സുകാരനെ പോലെ അങ്ങ് എങ്ങിലടിച്ച് കരയാണ്. ഇത്രയും നാൾ വളർത്തിയ പേരൻസിനോടൊന്ന് മിണ്ടാൻ പറ്റുന്നില്ല. എന്നോട് ചില ഹസ്ബൻഡ്സ് ഒക്കെ പറയുന്നത് നിസാര കാര്യങ്ങൾക്ക് പോലും ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നു. മുഖത്തടിക്കുക. നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഒരു മറുവശവും കൂടെ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല സ്വഭാവം. എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഇൻ വൺ വേ ഓർ അതർ വേ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യും. അതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും പാരനോയിസം. ഇതൊരു വല്ലാത്ത നമ്മൾ പറയല്ലോ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കൾച്ചറിൽ ചാരിത്രത്തെ ചോദ്യം ചെയ്യാണ്. പുള്ളിയാണെങ്കിൽ വീടിന് ചുറ്റും 27 CCTV ക്യാമറാസാണ് വെച്ചത്. നാർസിസം പക്ക വിക്ടിംസ് ആണ് പാർട്ട്നേഴ്സ്. അത് കേട്ടിട്ടുണ്ട്. അതായത് പാർട്ട്ണറിന് നാർസിസ്റ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനോ കാര്യങ്ങൾ ശരിയാക്കാനോ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടണം എന്നാണ് പൊതുവെ പറഞ്ഞു കൊടുക്കുക. പിന്നെന്താ പറയുന്നത്, വീട്ടിൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നവരെ പോലും ഇങ്ങനെ കെയർ ചെയ്യുന്ന കാണുമ്പോൾ ഇങ്ങനെ അവരെല്ലാം ഈ മനുഷ്യൻ എന്ത് നല്ലതാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് വേവുക. ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഹായ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് യു ഇൻ യു മൈൻഡ്ഫുൾ. പേഴ്സണാലിറ്റി ഒരു വലിയ ഏരിയ ആണ്. പേഴ്സണാലിറ്റി എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ചെയർപേഴ്സൺ ആത്മ മൈ മൈൻഡ് മൈ കെയർ ആൻഡ് റിലേഷൻഷിപ്പ് എക്സ്പേർട്ട് ഡോക്ടർ സിജിയ ബിനു ആണ്. സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമ്മൾ പേഴ്സണാലിറ്റീനെ കുറിച്ച് പറയുമ്പോഴേ എല്ലാ സമയത്തും പറയും പേഴ്സണാലിറ്റി എന്നുള്ളതൊരു, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന പേഴ്സണാലിറ്റി എന്നുള്ളത് പേഴ്സോണ എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ മീനിങ് മാസ്ക് എന്നാണെന്ന് പറയും. അപ്പോൾ എത്രത്തോളം പേഴ്സണാലിറ്റി ഒരു മാസ്ക് ആണ്, അതോ അതൊരു നമ്മുടെ ഇന്നർ ഫീലിങ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജെനറ്റിക്സിൻ്റെയോ അങ്ങനെ എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു റിഫ്ലക്ഷനാണ് ശരിക്കും പേഴ്സണാലിറ്റി? നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ആരായിരിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു, ശരിക്കും പറഞ്ഞാൽ സിംപ്ലി അതാണ്. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു, നമ്മളുടെ ബിഹേവിയർ എന്താണ്, അതിനകത്ത് നമ്മളുടെ ബിഹേവിയറിനെ എപ്പോഴും ഇമ്പാക്റ്റ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ തോട്ട്സ്. അപ്പോൾ തോട്ട്സ് എങ്ങനെയാണ്, നമ്മളുടെ ബിഹേവിയർ എങ്ങനെയാണ്, നമ്മുടെ രീതികൾ എങ്ങനെയാണ്, ഇതെല്ലാമാണ് ഒരു മനുഷ്യനെ അവൻ്റെ എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ളത് ആ ഒരു സം ടോട്ടൽ ഓഫ് ദ പേഴ്സൺ എന്ന് തന്നെ നമുക്ക് പറയാം. സം ടോട്ടൽ ഓഫ് ദ പേഴ്സൺ. അപ്പോൾ അതിനകത്ത് ആളുടെ ചിന്തകൾ തൊട്ട് ഉണ്ടാവും. ചിന്തകൾ തൊട്ട്, ആ ചിന്തയിൽ നിന്നാണ് അവരുടെ ആക്ഷൻ ഉണ്ടാവുന്നത്, ആക്ഷനിൽ നിന്നാണ് ബിഹേവിയർ ഉണ്ടാവുന്നത്, ബിഹേവിയറിൽ നിന്നാണ് ക്യാരക്ടർ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പേഴ്സണാലിറ്റിയിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നത്. ഇറ്റ്സ് എ സം ടോട്ടൽ. യാ, ഇപ്പം നമ്മൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഇപ്പം നമ്മളെല്ലാവരും പറയും, വളരെ കാഷ്വലായിട്ട് ചിലപ്പോൾ പറയും, നിങ്ങൾക്ക് ഭയങ്കര നാർസിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ആൻറ്റി സോഷ്യൽ ഇതുണ്ട്. അങ്ങനെ നമ്മൾ പറയുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു ട്രെയ്റ്റിൽ നിന്ന് അതൊരു ഡിസോർഡർ ആണ് എന്ന് കൺഫേം ചെയ്യുന്നത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര കാഷ്വലായിട്ട് ഇത് യൂസ് ചെയ്യും, ഇത് എത്രത്തോളം ഒരു സീരിയസ് കാര്യമാണ് എന്ന് അറിയാണ്ടേന്ന്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ അതിനെ ഒരു ഡിസോർഡർ എന്ന് പറയും. ഇപ്പോൾ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർമനൻറ്റ് വൺ, എല്ലാവർക്കും ഉണ്ട്. ഞാനിപ്പം എന്താ പറയുന്നത്, ശീലം, എൻ്റെ ശീലങ്ങൾ, എനിക്കിഷ്ടമുള്ള രീതികൾ, അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ട്രെയ്റ്റ്സ് തന്നെ കുറച്ച് റിജിഡായി പോയി കഴിഞ്ഞാൽ, ഈവൻ ദോ ദ ട്രെയ്റ്റ്സ് തന്നെ കുറച്ച് റിജിഡായി പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു കുറച്ച് ഡോമിനൻസ് ഉള്ള ഒരാൾ, അത്യാവശ്യം കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്, പക്ഷെ എവിടെ ചെല്ലുമ്പോഴും എനിക്ക് സുപ്പീരിയർ ആകണം എന്ന് വിചാരിക്കുമ്പോൾ അത് നാർസിസ്റ്റിക് ആയി മാറും, ട്രെയ്റ്റ് ആയിട്ട് മാറും.
ഇനി ഈ ട്രെയ്റ്റ് അവർക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ, മറ്റുള്ളവരോടുള്ള ബന്ധത്തെ, അവരോടുള്ള ബന്ധത്തെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളിതിനെ ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഓർഡർ അല്ലാതെ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഡിസോർഗനൈസ്ഡ് ആവും. ഓക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. ബേസിക്കലി ഒരു ഡേ ടു ഡേ ലൈഫിനെ അത് അഫക്റ്റ് സ്മൂത്ത് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ പോവാണ്ട് പോകാതെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എന്നും രാവിലെ വീട്ടിൽ മൃദുവായിട്ടുള്ള ഇഡ്ഡലിയും സാമ്പാറുമാണ് കഴിക്കുന്നത്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാനൊരു ദിവസം ഇൻ്റർവ്യൂവിന് ചെന്നപ്പം അവിടുത്തെ ക്യാൻറ്റീൻ ഞാൻ ചൂസ് ചെയ്തത് അവിടുത്തെ ക്യാൻറ്റീനാണ്. ഈ ക്യാൻറ്റീനിൽ എനിക്ക് കുറച്ച് കട്ടിയുള്ള ഇഡ്ഡലിയാണ് കിട്ടി. വീട്ടിലെ അത്രയും മൃദുവല്ല, സോഫ്റ്റ് അല്ല. വീട്ടിൽ ഞാൻ ചട്നിയും സാമ്പാറും കൂട്ടിയാണ് കഴിക്കുന്നത്. അവിടെ എനിക്കന്ന് സാമ്പാർ മാത്രമേ പ്രൊവൈഡഡ് ആയിട്ടുള്ളൂ. ഒരു സെർട്ടൻ സോർട്ട് ഓഫ് എന്താ പറയുന്നത് ട്രെയ്റ്റ് കൂടിയ ഒരാൾ, ഇൻ ദ സെൻസ് അവർ അഡമൻറ്റേഷൻ കൂടിയ ഒരാൾ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി സാമ്പാർ ചട്നി എന്നുള്ള ഈ പാറ്റേൺ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സേ ഫോർ എക്സാമ്പിൾ ഒരു OCPD നേച്ചറുള്ള ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി disorder. ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിത്വമാണെങ്കിൽ അവരെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് വെക്കുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് വെക്കുന്നു. അത് കഴിഞ്ഞ് ലോങ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് അവരുടെ കോൾ വന്നത്. അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാം ഉണ്ടായിരുന്നു. അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. ബാധിക്കും. ദിസ് ഈസ് എ സിമ്പിൾ എക്സാമ്പിൾ. ഇതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സിമ്പിൾ കറക്റ്റ് എക്സാമ്പിൾ. ആണ്. നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഒന്ന് രണ്ടെണ്ണം, ഒന്നിപ്പോൾ നാർസിസ്റ്റിക് ആണ്, ഒന്ന് ബൈപ്പോളാർ ആണ്, ഒന്നിപ്പോൾ പറഞ്ഞ പോലെ OCPD ആണ്. ഈ നാച്ചുറലി ഇപ്പം ഇത്രയും ഒരു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആയി, ഇത്രയും ഇയേഴ്സ് പഠിച്ച ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ? ബിക്കോസ് പൊതുവെ പറയും ചില ഡിസോർഡർ ഉള്ള ആൾക്കാർ ഹെൽപ്പ് എടുക്കില്ല, അല്ലേ? അപ്പം ഏതാണ് ഏറ്റവും കൂടുതൽ? റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം അത് പറയുകയാണെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. അതവൻ്റെ സ്വഭാവമാണ്, അതവിടെ സ്വഭാവമാണ്, അവൻ അങ്ങനെ. പിന്നെയും സ്ത്രീകൾക്കാണ് പ്രശ്നമെങ്കിൽ മീൻസ് കുറച്ച് റിജിഡിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഡിപ്പെൻഡൻസിയോ ഒക്കെ ഉണ്ടെങ്കിൽ പറയും. ഈവൻ ഡിപ്പെൻഡൻസി ആണെങ്കിൽ പോലും അവൾ പാവാട്ടോ, ഹസ്ബൻഡ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല കേട്ടോ. അതിനെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്, മനസ്സിലായോ? അപ്പം ആൻറ്റി സോഷ്യൽ എലമെൻറ്റ് ഇപ്പം നമ്മളുടെ ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് അനുസരിച്ച് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ. അവർ ഡിസോർഡർ അല്ലെങ്കിൽ പോലും ട്രേറ്റ്സ്, ചില ആൻറ്റി സോഷ്യൽ എലമെൻ്റൊക്കെ ഒരു പുരുഷനായാൽ അത്രയൊക്കെ വേണം എന്നുള്ളൊരു ധാരണയാണ്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇത് നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഒരു ഭർത്താവ് ഭാര്യയെ തല്ലുന്നതിൽ എന്താ പ്രശ്നം? ഒരു തല്ലൊക്കെ കിട്ടണ്ടേ? നമ്മൾ ചില മൂവീസിലൊക്കെ കാണുന്ന പോലെ ചില സ്ത്രീകൾ ഇനി ഒരു ഡിപ്പെൻഡൻറ്റ് നേച്ചർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ തല്ലുന്ന എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒന്നും തന്നെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നില്ല, പിന്നല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ട്രീറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണെന്ന് പോലും ഒരു പിന്നെ അവെയർനെസ് നമ്മുടെ സൊസൈറ്റിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെ ന്യൂ റിലേഷൻഷിപ്പിലൊക്കെ ആളുകൾ റിലേഷൻഷിപ്പിൻ്റെ ഫ്രിക്ഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ആത്മീയയിലാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഇപ്പോൾ ഡോക്ടർ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരു കൾച്ചറലി അക്സെപ്റ്റ് ചെയ്തൊരു കാര്യം കൂടെ ഇപ്പം സംസാരിച്ചതുകൊണ്ട് എനിക്കെപ്പോഴും തോന്നാറുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സഫറിങ് എൻഡിൽ എപ്പോഴും നിൽക്കുന്നത് സ്ത്രീകളാണോ എന്ന് പലപ്പോഴും ആൾക്കാർ സംസാരിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ യാഥാർത്ഥ്യം, അതോ പുരുഷന്മാർ സഫർ ചെയ്യുന്നത് നമ്മൾ അറിയാത്തത് കൊണ്ടാണോ? നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആൻറ്റി സോഷ്യൽ അങ്ങനെ എന്തും വരുമ്പോൾ ഓപ്പോസിറ്റ് എന്നത് സഫർ ചെയ്യുന്നത് ഒരു നാർസിസിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന ഒരു പുരുഷൻ്റെ പിക്ചറാണ്. അപ്പോൾ എത്രത്തോളം അത് ശരിയായിട്ടുള്ള ധാരണയാണ്? ശരിക്കും നമുക്ക് അങ്ങനെ ഇത് സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് സ്ത്രീക്കാണ് പുരുഷനാണെന്ന് അങ്ങനെ അങ്ങ് വെരി എന്താ പറയുന്നത് സെഗ്രിഗേറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. എന്നാൽ പോലും സ്ത്രീകൾ ഇപ്പോഴും ഞാൻ പറയും അഫക്റ്റഡ് ആണ്, ഒരു അഫക്റ്റഡ് പോപ്പുലേഷൻ തന്നെയാണ്. അത് ഞാൻ പറയും അട്ടപ്പാടിയിലായാലും അമേരിക്കയിലായാലും ഒരു സെക്കൻഡറി കൺസിഡറേഷൻ ഇപ്പോഴും എവിടേക്കോ നിൽക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. ഇറ്റ്സ് ചേഞ്ചിങ്. ഭയങ്കര നല്ല മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇറ്റ്സ് ചേഞ്ചിങ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് പലപ്പോഴും നമ്മൾ ഒരു വിക്ടിം സൈഡിൽ കൂടുതലും കാണാറുള്ളത് സ്ത്രീകളെയാണ്. എന്നാൽ
കാലം മാറുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് നമ്മൾ ആഫ്റ്റർ കോവിഡൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ പുരുഷന്മാരും ഒത്തിരി അഫക്റ്റഡ് ആയിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് പുരുഷന്മാരുടെ ഒരു ഫ്രിക്ഷനും അവരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസും ഒക്കെ ഇപ്പം ഞങ്ങളുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഈ അടുത്തിടെ എനിക്ക് തോന്നുന്നു ഒരു 10-40 കേസുകളിൽ മെജോറിറ്റിയും ലേഡീസിനാണ് പ്രശ്നം. മെജോറിറ്റിയും അതും ഏറ്റവും കൂടുതൽ BPDs, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എനിക്ക് ആൻഡ് തോന്നുന്നു ഡിപ്പെൻഡൻ്റ് നമ്മൾ ഓൾസോ. PMSO ഹോർമോൺസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യില്ല എന്ന് തോന്നുന്നു അല്ലേ ആസ് വുമൻ. അതും ഒരു സാധ്യതയുണ്ട്. അതൊക്കെ മൂഡ് സ്വിങ്സ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ മൂഡ് സ്വിങ്സ് കോമൺ ആണല്ലോ. നിങ്ങളതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോഴത്തെ പല എന്താ പറയുന്നത് റീഡിങ്സും അല്ലെങ്കിൽ ചില വീഡിയോസും ഒക്കെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ളത് കണ്ടിട്ട് ദീസ് ഓൾ ആർ കോമൺ. നിങ്ങളത് സഹിച്ചേ പറ്റൂ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ആ പെൺകുട്ടിക്കാണെങ്കിൽ അവൾക്ക് 24/7 ബേസിസിൽ ഹസ്ബൻഡ് അവൈലബിൾ ആയിരിക്കണം, പാർട്ട്ണർ അവൈലബിൾ ആയിരിക്കണം. അപ്പം ആ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിന്ന്. അപ്പം അതറിഞ്ഞ ഉടനെ ഞാൻ മുകളിലത്തെ നിലയിൽ നിന്ന് എടുത്ത് ചാടി. വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ്. അപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് എന്താ ചാടുന്നത്? അപ്പോൾ പറയാം, ഞാൻ എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഒന്ന് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആണ് പ്രഗ്നൻസി. ആളെന്നോട് എന്നിട്ട് അതുമാത്രമല്ല പറയുന്നത്, റിയാലിറ്റി ഇപ്പോൾ അതാണ്, ഷീസ് പ്രഗ്നൻ്റ് നൗ. ഞാൻ നാട്ടിലെത്തിയിട്ട് അടുത്ത 2 മാസം കഴിയുമ്പോൾ ഡിവോഴ്സിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആണ് ഇരുന്നത്. ആൻഡ് ഹീസ് ലിറ്ററലി ക്രൈയിങ്. എൻ്റെ മുമ്പിലിരുന്ന് ഭയങ്കരമായിട്ട് കരയാണ്. ഓൺലൈൻ സെഷനായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 28കാരൻ ഒരു 7 വയസ്സുകാരനെ പോലെ അങ്ങ് എങ്ങലടിച്ച് കരയാണ്. കാരണം ഇനി എങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരും? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇത്ര വലിയ പ്രശ്നം? പറഞ്ഞു, മാം 24/7 ബേസിസിൽ എന്നെ അവൈലബിൾ ആയിരിക്കണം. ഞാൻ എപ്പോഴും എന്താ പറയുന്നത് ക്ലോസ് സർക്കിളിൽ മാത്രം നിൽക്കണം. ആളെ മാത്രം ഞാൻ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കണം, കെയർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളുടെ മിഥുൻ ആൻഡ് ലക്ഷ്മിയുടെ ഒരു വീഡിയോയിൽ ഞാൻ എപ്പോഴും അത് ഓർത്ത് വെക്കും. ലക്ഷ്മി പോയിട്ടൊരു ചെറിയ പീസ് ഓഫ് ഹെയർ കട്ട് ചെയ്തിട്ട് വന്നിട്ട് ചോദിക്കുമല്ലോ, എന്തെങ്കിലും എന്നെ മാറ്റം. നോക്കിയിട്ട് മാറ്റമുണ്ടോ പറയൂ. ആവുന്ന 68 പുള്ളി നോക്കിയിട്ടും ഒരു മാറ്റവും കാണുന്നില്ല. നിങ്ങൾക്ക് എന്നെ തീരെ ശ്രദ്ധയില്ല. ഇല്ല. മനസ്സിലായോ? ഈ ഒരു രീതിയിലുള്ള അവൈലബിലിറ്റി ചോദിക്കുക. അപ്പം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇനി അവൈലബിലിറ്റി അല്ലെങ്കിൽ പോലും എന്താ പറയുന്നത് പ്രയോറിറ്റി, അവർക്ക് അവരുടെ ഫാമിലി ഇത്രയും നാൾ വളർത്തിയ പേരൻസിനോടൊന്ന് മിണ്ടാൻ പറ്റുന്നില്ല. എന്നോട് ചില ഹസ്ബൻഡ്സൊക്കെ പറയുന്നത്, ഞാൻ വീട്ടിൽ ഫോൺ ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ ഓഫീസിലായിരിക്കുന്ന സമയത്തോ ആണ്. ഞാൻ എങ്ങനെയൊക്കെ വന്നിട്ട് നമ്മളുടെ ഒത്തിരി മൈഗ്രേറ്റഡ് കപ്പിൾസ് നമ്മളുടെ ക്ലയൻസ് ആണ്. ഒത്തിരി മൈഗ്രേറ്റഡ് കപ്പിൾസ്, അതിൽ മാരീഡ്, കോ ലിവിങ് എല്ലാ കൈൻഡ് ഓഫ് കപ്പിൾസും ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു 1 മന്ത് 1.5 മന്ത് കിട്ടിയ ആ ഒരു 40 കേസിനെ അസസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലേഡീസ് ആർ മോർ അഫക്റ്റഡ് ഇൻ ദ സെൻസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഒക്കെ ആയിട്ട് സ്ത്രീകൾ കുറേ കൂടെ കൂടുതൽ അവർക്ക് അഫക്റ്റഡും അതിൻ്റെ ആഫ്റ്റർ മാർക്സ് ഇന്ന് അനുഭവിക്കുന്ന പുരുഷന്മാർ. അതിൻ്റെ തെളിവായിട്ട് ഇൻ്റർനാഷണൽ മെൻസ് ഡേയിൽ നമ്മൾ പോസ്റ്റേഴ്സ് ചെയ്തിരുന്നു. ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ആ പോസ്റ്ററിന് കിട്ടിയിരുന്നത്. വൈന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പം മെൻ ആർ അഫക്റ്റഡ് ഇൻ ഫാമിലി, ഇൻ ഡൊമസ്റ്റിക് ഏരിയ, ഇൻ വർക്ക് പ്ലേസ്, ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്. മെൻ ഓൾസോ അഫക്റ്റഡ് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രഗ്നൻസി, കുട്ടികൾ എന്നൊക്കെയുള്ള ഒരു കാര്യം കൂടെ വരുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് എല്ലാ സമയത്തും പറയും കൺസീവ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നത് തന്നെ ഒരു ബേർഡൻ ആണ് എന്ന്. അപ്പോൾ എന്താണ് ശരിക്കും ഇതിൻ്റെ ഒരു റിയാലിറ്റി? വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദെയർ? ബിക്കോസ് ഒരുപാട് നോയ്സസ് ആണ് അല്ലേ ആ ഒരു ഏരിയയിൽ വരുമ്പോൾ. അത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് തന്നെ ഇന്ന് ഒത്തുവരാൻ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. അവരുടെ ഒരു ഇനീഷ്യൽ ഹണിമൂൺ ഫേസ്, അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്വാറൽസ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റീസ് തമ്മിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാൻ പറ്റാത്ത വരുന്നൊരവസ്ഥ. അപ്പോൾ അവിടെ ഒരു കുട്ടി എന്നുള്ളത് ഇന്ന് പലർക്കും പേടി സ്വപ്നമാണ്. ഇനി അത് മാത്രമല്ല,
പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കരിയറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉം. കരിയർ സാക്രിഫൈസ് ആകുമോ എന്നുള്ളൊരു വലിയ പേടി, ഭയമുണ്ട്. ഭയങ്കര ഭയമാണ്. അപ്പം പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചുള്ള അവയർനെസ്സും എനിക്ക് മീൻസ് ചില സ്ത്രീകളുടെയൊക്കെ ധാരണ എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിനും ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരും എന്നുള്ളതാണ്. അപ്പം ഈ അടുത്തിടെ ഓസ്ട്രേലിയയിൽ നിന്നൊരു ക്ലയൻറ്റ് വന്നത്, മാഡം എനിക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഷീ ഹാസ് നോ എനി ഇഷ്യൂസ്, ഓക്കെ. no any issues. She is okay with child, feeding child, she is happy, but she want to know എനിക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ബി ഇമോഷണലി സ്ട്രെങ്ത്, ബോത്ത് ഓഫ് ദ അല്ലേ? പേരൻസ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കും, ഫിസിക്കൽ ഹെൽത്തിൻ്റെ പിന്നെ സ്റ്റെബിലിറ്റി നോക്കും. നമ്മൾ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് നോക്കേണ്ട ഒന്നാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഉം. അതർവൈസ് അവർ മാത്രമല്ല അഫക്റ്റഡ് ആവാൻ പോകുന്നത്, അടുത്ത ജനറേഷനും കൂടി ഇവരിത് കൊടുക്കുകയാണ്. ADHD പോലെ ADD, ODD പോലുള്ള ലേണിംഗ് ഡിസബിലിറ്റി പോലുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ ഫിസിക്കലി, അതുപോലെ തന്നെ ഫിനാൻഷ്യലി, അതുപോലെ റിയാലിറ്റി ഓറിയൻറ്റേഷൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ബോത്ത് ദ പാർട്ട്ണർ ബിക്കം ഇമോഷണലി സ്റ്റേബിൾ ആൻഡ് അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആവണം. യെസ് 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 യെസ്. ആഫ്റ്റർ ദാറ്റ് അവർക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവരാനും അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. നമ്മൾ പേഴ്സണാലിറ്റീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയും ഇത് ജെനറ്റിക്സ് പ്ലസ് ചൈൽഡ്ഹുഡാണ് ഒരാളെ ഉണ്ടാക്കുന്നത് എന്ന് പറയും. അത് എത്രത്തോളം ശരിയാണ്? ആൻഡ് കുട്ടികളിൽ നമ്മൾ ഏതൊരു പ്രായം തൊട്ടാണ് നമ്മൾ അത്തരത്തിൽ അവരുടെ പേഴ്സണാലിറ്റിയിലെ പ്രശ്നങ്ങളുടെ ഒരു റെഡ് ഫ്ലാഗ് നമ്മൾ തിരിച്ചറിയേണ്ടത്? ഓക്കെ, പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വൂംബ്. ജെനറ്റിക്സ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പീരിയൻസ്, എക്സ്പോഷേഴ്സ് എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം പ്രഗ്നൻസിയിൽ അമ്മ എന്ത് ഫീൽ ചെയ്യുന്നോ, അമ്മ എങ്ങനെയാണോ, അമ്മയുടെ പിന്നെ ഈറ്റിംഗ് പാറ്റേൺ എങ്ങനെയാണ്, അമ്മയുടെ സ്ലീപ്പിംഗ് പാറ്റേൺ എങ്ങനെയാണ്, അമ്മയുടെ എൻജോയ്മെൻറ്റ്സ് എങ്ങനെയാണ്, എന്തൂസിയാസംസ് എങ്ങനെയാണ്, ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുന്നുണ്ടോ, ഡിപ്രസീവ് മൂഡ് ഉണ്ടാകും, ഇതെല്ലാം കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും, വൂമ്പിലിരിക്കുന്ന കുഞ്ഞിനെ. ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു എനിക്ക് 50 years ബിഫോർ തന്നെ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ അമ്മമാർക്കൊരു പ്രത്യേക മ്യൂസിക് ലിസൺ ചെയ്യാനായിട്ട് കൊടുക്കും. അപ്പോൾ അവർ ലാസ്റ്റ് ട്രൈമസ്റ്റർ മുഴുവനും ഈ മ്യൂസിക് ലിസൺ ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ സെയിം മ്യൂസിക് പ്ലേ ചെയ്യും. അവർക്ക് റെസ്പോൺസ് ഉണ്ടാവും. ഓക്കെ. പക്ഷേ മറ്റൊരു മ്യൂസിക് ഇടുമ്പോൾ അവർക്ക് റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പം ദിസ് ഇസ് അതിൽ നമ്മളുടെ ഏത് വേദങ്ങൾ എടുത്തു നോക്കിയാലും, യെസ് വിശുദ്ധ പുസ്തകങ്ങൾ എടുത്തു നോക്കിയാലും അതിനകത്തെല്ലാം നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കാൻ പഠിച്ചത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന. അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങേണ്ട പറഞ്ഞ സമയത്ത് അമ്മ ഉറങ്ങിപ്പോയത് കൊണ്ട് തിരിച്ചിറങ്ങാൻ സാധിച്ചില്ല. അപ്പം ദിസ് ഇസ് പ്രൂവൺ അല്ലേ, ഗർഭപാത്രത്തിൽ കൂടെ കിട്ടുകയാണ്. അതുമാത്രമല്ല, എന്നാൽ അതുകൊണ്ട് മാത്രമല്ല അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 1000 ഡേയ്സ് അതെല്ലാ രീതിയിലും ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു കുഞ്ഞിൻ്റെ ട്രില്യൻസ് കണക്കിന് സെൽസാണ് ഓരോ മിനിറ്റിലും ഡെവലപ്പ് ആകുന്നത്, ട്രില്യൻസ് ഓഫ് സെൽസ്. അപ്പോൾ ആ ഓരോ മിനിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ തന്നെ പിന്നെയുള്ള 6 വയസ്സ് വരെയുള്ള സമയം അവൻ എന്തൊക്കെ കേൾക്കുന്നു, ഏതൊക്കെ കേൾക്കുന്നു, അവൾ ഏതൊക്കെ ആളുകളെ പരിചയപ്പെടുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മോഡലിംഗ് പേരൻസ് എങ്ങനെ ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുക ആ സമയത്ത് കുഞ്ഞിനെ നല്ല കിൻഡർ ഗാർഡനിൽ വിട്ടാൽ മതി എന്നൊക്കെ. നമ്മൾ അങ്ങനെയല്ല, പേരൻസിന് ആണ് റിയൽ മോഡൽസ്. അവർ ചെയ്യുന്നതും അപ്പം കണ്ടിട്ടില്ലേ, ചെറിയ കുട്ടികൾ ഷോളൊക്കെ എടുത്ത് സാരി ഉടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ അതൊന്നുമല്ല, ഇപ്പോൾ കാർട്ടൂൺസിനെയാണ് കൂടുതൽ അനുകരിക്കുന്നത്. എന്നാലും അവരെ ഇപ്പോഴും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് പേരൻസിനെ തന്നെയാണ്. അപ്പോൾ ആ ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന എക്സ്പീരിയൻസസ്, എക്സ്പോഷേഴ്സ് അതെല്ലാം, ഈവൻ തോ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് കിഡ്സിൻ്റെ ഈ പെൻസിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി, ഓക്കെ. ആ പെൻസിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി പോലും ഹൗ പേരൻസ് റിലേഷൻഷിപ്പ് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ്. ഓക്കെ, മോട്ടോർ സ്കിൽസിൽ അത്രയും ഇമ്പാക്റ്റ്ഫുൾ ആണ്.
ഓക്കെ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരുന്നത്, മാം എൻ്റെ യെസ്. ലൈഫ് മുഴുവൻ, എൻ്റെ ചൈൽഡ്ഹുഡ് മുഴുവനും ട്രൊമാറ്റിക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ മുമ്പിൽ നിന്ന് തന്നെ ഒരു സെൻസിറ്റീവ് ജനറ്റിക്കിലൂടെ അവർ സെൻസിറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസും കൂടി ജനിക്കുവാണെങ്കിൽ അത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഈ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നമായിട്ട് തോന്നും ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്നത്. എന്നോടൊരാൾ പറഞ്ഞത് ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് അവതരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അമ്മ സെക്കൻഡ് പ്രഗ്നൻസിക്ക് പോയ 1 വീക്ക്, അതായത് 6.5 വയസ്സുണ്ട് ആ സമയത്ത്, 1 വീക്ക് ആളെ കൊണ്ടുപോയില്ല. ഇറ്റ്സ് എ നോർമൽ തിങ്, നോ? 6.5 വയസ്സുകാരനെ ഒരു ആഴ്ചത്തേന് അത് അതെ. എവിടെയാണ് നിന്നതെന്ന് ഞാൻ ചോദിച്ചു. വിത്ത് ഫാദർ ആൻഡ് വിത്ത് എന്താ പറയുക, ഗ്രാൻഡ് പാരൻസ്. ഗ്രാൻഡ് പേരൻസ്, പെറ്റേണൽ ഗ്രാൻഡ് പേരൻസ്. അപ്പം അതാൾക്ക് ഇപ്പോഴും ട്രോമയായിട്ട് കിടക്കുക. ബിക്കോസ് എന്താന്ന് നോക്കിയപ്പം ജനറ്റിക്കലി ഇവർ സെൻസിറ്റീവ് Sensitive. ആളുകളാണ്. മനസ്സിലായോ? എന്നാൽ അതല്ലാത്ത ട്രോമകൾ, ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ വെർബൽ അബ്യൂസസ്, ഫാദർ ആൻഡ് മദർ തമ്മിലുള്ള ഫൈറ്റ്സ്, അതുപോലെ ആ സമയത്ത് നടക്കുന്ന ഡിവോഴ്സസ്, എന്ന് പറഞ്ഞാൽ ഇനി ഫാദറിൻ്റെയും മദറിൻ്റെയും പോലും ആകണമെന്നില്ല. ഫാമിലിയിൽ വേറൊരു പെൺകുട്ടി വന്നത്, അവൾക്ക് ഏതൊരു റിലേഷൻഷിപ്പും അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഫിക്സേഷനിലേക്ക് എത്തുന്ന സമയമാവുമ്പോൾ ബ്രേക്കപ്പ് ആവും. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തപ്പോഴാണ്, ചൈൽഡ്ഹുഡൊക്കെ അനലൈസ് ചെയ്തപ്പോഴാണ് അങ്ങനെ വലിയ ട്രോമയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ കുട്ടി ട്വിന്നാണ്, അവർ ട്വിൻ സിസ്റ്ററുണ്ട്. അപ്പം രണ്ടുപേരും ഒരുമിച്ച് പിന്നെ വളർത്താനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ്റെ സഹോദരിയുടെ കൂടാണ് ഈ കുട്ടി 6 മാസത്തിന് ശേഷം തൊട്ട് ഒരു 6 വയസ്സ് വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ സഹോദരിയുടെ ഡിവോഴ്സിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു അത്. കുട്ടികളിലെ എന്തെങ്കിലും ഒരു സ്വഭാവം നമ്മൾ വളരെ കെയർഫുള്ളി നോട്ടീസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ സ്പോട്ട് ചെയ്യേണ്ടതോ? സ്പോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒത്തിരി കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് വാശിയൊക്കെ ഉണ്ടാവും. പക്ഷേ സിവിയർ അഡമെൻറ്റേഷൻസ്, ചെറിയ പ്രായത്തിൽ തന്നെ വല്ലാത്ത അഡമെൻറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവനും ഉറങ്ങാതിരുന്ന് കരയുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വളരെ സ്ട്രിക്റ്റ്ലി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ മാർജിൻ ഫ്രീയിൽ പോകുമ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ മോൻ്റെ കോട്ട ഒരു ചോക്ലേറ്റാണ്. പക്ഷെ ചെല്ലുമ്പോൾ തൊട്ട് കാണുന്ന ചോക്ലേറ്റ്സ് എല്ലാം വാരിയെടുക്കുകയാണ്. അവസാനം ഇതെല്ലാം തിരിച്ചു കൊണ്ടുവച്ചിട്ട് അമ്മ ഒരു ചോക്ലേറ്റ് മാത്രം എടുക്കുന്നു. ഹീ സ്റ്റാർട്ടഡ് റോളിങ് ദെയർ. ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് പോയി. അപ്പോൾ ആ തരത്തിലുള്ള ടാൻട്രംസ് ഇത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഒരെണ്ണം പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആ ടാൻട്രംസ്. പിന്നെ അതുപോലെ തന്നെയാണ് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുന്നത് പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സിബ്ലിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴും എന്താ പറയുന്നത്, എന്നെ മാത്രം നോക്കണം, എനിക്ക് മാത്രം അറ്റൻഷൻ വേണം, അറ്റൻഷൻ എന്നിലോട്ട് മാത്രമേ വരാവൂ എന്നുള്ള രീതിയിൽ അവരെന്തെങ്കിലും ബിഹേവിയേഴ്സ് കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ, അതുകൂടാതെ എന്താ പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു അറ്റൻഷൻ സീക്കിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് വരുന്നത് അറ്റൻഷൻ സീക്കിങ്. സ്കൂളിലായാലും പുറത്താണെങ്കിലും എവിടെയായാലും എന്ത് കാട്ടിക്കൂട്ടിയിട്ടായാലും എനിക്ക് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവണം. അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നു. മുഖത്തടിക്കുക, നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അമ്മയുടെ മുഖത്തടിക്കുക. അപ്പോൾ ചില അമ്മമാർ ചിരിക്കും. അത് ആ റെസ്പോൺസ് ആ കുട്ടിയുടെ ആ ബിഹേവിയറിനെ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത, നമുക്കും ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ബിഹേവിയേഴ്സ് കാണുവാണെങ്കിൽ ഇതിനെ നമ്മൾ കണ്ടക്ട് ഇഷ്യൂസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സ്വഭാവ വൈകല്യം, പെരുമാറ്റ വൈകല്യം എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അത് കാണുവാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ, അപ്പോൾ നമ്മളൊരു തെറപ്പി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അസസ്മെൻറ്റ് നടത്തി അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് പ്രോപ്പർ തെറപ്പി എടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടോ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടോ അത് മാറില്ല. ഇനി ഇതിൻ്റെ ഒരു മറുവശവും കൂടെ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല സ്വഭാവം, കുട്ടിയായിരിക്കണം. അതെ, കുട്ടിയായിരിക്കണം. ഒരു നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു വളരെ അതായത് അഡൽറ്റിനെ പോലെ പെരുമാറണം. നമുക്കൊരു കേസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഈവൻ ദോ സോക്സ് വരെ ഈ പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഗേള് രാത്രിയെല്ലാം അയൺ ചെയ്ത് വെച്ച് കൃത്യമായിട്ട് വെച്ചിട്ടേ കിടന്നുറങ്ങത്തുള്ളൂ. ഹോംവർക്ക്സ് സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ പിന്നെ ഇരുന്ന് ഹോംവർക്ക്സ് എല്ലാം ഫിനിഷ്. ഷീസ് ഗുഡ് ഇൻ ഐക്യു. ഒബ്സഷൻ. അത്
അവിടാണ്. പക്ഷേ 9th സ്റ്റാൻഡേർഡിൽ വന്നപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു സൈക്കിൾ ആക്സിഡൻ്റ് ഉണ്ടായി. കുറച്ച് നാൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മിസ്സായി. അപ്പോൾ ഫ്രണ്ട്സിന് കുറച്ച് ഡിസ്റ്റൻസിങ് വരുന്നു. ഈ കുട്ടിക്ക് വല്ലാത്ത ട്രോമയാണ്. ആ നോട്ട്സൊന്നും പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എനിക്കെന്തോ ഡിസ്റ്റൻസ് വന്ന പോലെ അവൾക്ക് ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വന്ന് ലൈഫിലൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു. അതിൽ നിന്ന് അവൾ ഓവർകം നന്നായിട്ട് ഓവർകം ആയി. ഷീ ഹാസ് നോ ഫിസിക്കൽ ഓർ നത്തിങ്, ഒരു ഇഷ്യൂസും ഇല്ല ഇപ്പോൾ. പക്ഷേ ഷീ ഈസ് അഫക്റ്റഡ് ഇമോഷണലി. അപ്പോൾ അതുകൊണ്ട് ഇനി വേറൊരു കാറ്റഗറിയാണ് ക്ലിങ്ങിങ്നെസ്. പേരൻസിന് ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് ഈ അമ്മമാർക്ക്, ചില അമ്മമാർക്ക് എൻ്റെ കുഞ്ഞിന് എന്നോട് വല്ലാത്ത സ്നേഹം കേട്ടോ, എപ്പോൾ എവിടെ പോയാലും എൻ്റെ പുറകെ നടക്കുന്നു, അമ്മ പറഞ്ഞിട്ടേ കാര്യം ചെയ്യത്തുള്ളൂ, അമ്മ പറയുന്നതേ ചെയ്യത്തുള്ളൂ. പക്ഷെ ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ഡിപ്പെൻഡൻസി. മനസ്സിലായോ? കുറച്ചുകൂടെ മുതിർന്ന് പോകുമ്പോൾ ഇവർക്ക് ഈ ആരാണോ കൂടെയുള്ള പാർട്ട്ണർ, അവരിങ്ങനെ ഇവരെ പാമ്പർ ചെയ്ത് മദർ ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് വിതൗട്ട് എ സപ്പോർട്ട് ദേ കുഡ്ന്റ് ലീവ്. അപ്പോൾ ഇത്തരത്തിൽ എന്തുണ്ടെങ്കിലും ഒരു ബാലൻസിങ് ഇല്ലാതെ എന്ത് പോകുന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അറ്റ് ദ ഏർലിയസ്റ്റ്, നിങ്ങളത് ഏജ് നോക്കരുത്. ഞാൻ പറയുന്ന ഏജ് നോക്കരുത്. 2 ഇയേഴ്സിലും തെറപ്പി ഉണ്ട്, 1.5 ഇയേഴ്സിലും തെറപ്പി ഉണ്ട്. അത് പേരൻറ്റിലൂടെയാണ് ചെയ്യുന്നത് മാത്രം. മനസ്സിലായോ? പേരൻറ്റും ആ കുഞ്ഞിനും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അവിടെയാണ് ഈ ക്യാരക്ടർ ഫോർമേഷൻ മുഴുവനും കിടക്കുന്നത്, നമ്മുടെ ബിഹേവിയർ ഫോർമേഷൻ മുഴുവനും കിടക്കുന്നത്. നമ്മളുടെ ചൊല്ലുണ്ടല്ലോ, കതിരെ കൊണ്ട് വളം വെക്കുന്നതിനേക്കാളും എന്ത് നല്ലതാണ് ചുട്ടയിലെ ശീലം ചുടല വരെ. അതെ. ഇപ്പം ഡോക്ടർ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മളായിട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണു എന്നുള്ളതാണ് മോർ ഓഫ് ഒരു പേഴ്സണാലിറ്റി. എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ അങ്ങനെ അറിയുന്നത് നമ്മുടെ പാർട്ട്ണറായിരിക്കും. ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ആദ്യം ഉണ്ടാവുന്ന ഈ ഒരു ഹണിമൂൺ പീരീഡൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളായിട്ട് നിൽക്കാൻ തുടങ്ങും. തീർച്ചയായിട്ടും. അപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ഏതാണെന്നാണ് ഡോക്ടർ കരുതുന്നത്? എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഇൻ വൺ വേ ഓർ അതർ വേ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും പാരനോയിസം, സംശയം ഒരു പാരനോയിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ക്ലസ്റ്റർ എ വരുന്ന പാരനോയിക് പേഴ്സണാലിറ്റി ഡിസോർഡർ മറ്റ് ഡിസോർഡേഴ്സ് അഫക്റ്റ് ചെയ്യത്തില്ലെന്നല്ല, ഇതൊരു വല്ലാത്ത നമ്മൾ പറയല്ലോ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കൾച്ചറിൽ ചാരിത്രത്തെ ചോദ്യം ചെയ്യാണ്. അത് പലർക്കും ഒത്തിരി ഫീൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വല്ലാതെ ഫീൽ ചെയ്യും. കൺട്രോൾ ചെയ്യുന്ന അത് കൺട്രോളും ചെയ്യും ഇവർ. പിന്നെ ഒരു പുള്ളിയാണെങ്കിൽ വീടിന് ചുറ്റും 27 CCTV ക്യാമറാസാണ് വെച്ചത്. വൈഫിൻ്റെ ഓരോ പിന്നെന്താ പറയുന്നത് സ്മോൾ മൂവ്മെൻറ്റ്സും അറിയാനായിട്ട്. പുള്ളിക്കാരി പറയും, എനിക്ക് മനസ്സിലാവും ഇത് എന്തിനു വേണ്ടിയാണ് വെച്ചേക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഓരോ നിമിഷവും ഈ ക്യാമറ കാണുമ്പം എന്നെയാണല്ലോ ഈ മനുഷ്യൻ ഇങ്ങനെ സംശയിക്കുന്നതെന്നുള്ളത് ഞാൻ വല്ലാതങ്ങ് അഫക്റ്റഡ് ആണ് എന്നുള്ളത്. ഇനി അത് മാത്രമല്ല, ഇത് ഇവർ പങ്കാളിയെ തന്നെ സംശയിക്കണമെന്നില്ല. നമ്മൾ പിന്നെ നമ്മുടെ മഹാനടൻ മമ്മൂട്ടി സാറ് ചെയ്ത പുഴു എന്ന് പറയുന്ന മൂവി, അതിനകത്ത് അദ്ദേഹം ചെയ്ത ആ കഥാപാത്രം, പെങ്ങള് സഹോദരി ഒരു പിന്നെ അതർ കാസ്റ്റിലേക്ക് പോകുമ്പം ആ കാസ്റ്റിനോടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോടും എല്ലാം ഒരു കൈൻഡ് ഓഫ് പാരനോയിസും പ്രജുഡീസും ഒരു പാരനോയിക് നേച്ചറും വന്നിട്ട് ആളുടെ സോഷ്യൽ കണക്ഷൻസ് ഒക്കെ അങ്ങ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുക. ഇനി അവരുടെ പിന്നെന്താ പറയുന്നത് അവരുടെ കൂടെയുള്ളവരുടെ സോഷ്യൽ കണക്ഷൻസും കട്ട് ഡൗൺ ചെയ്യും. അതിനകത്ത് അയാളുടെ മകൻ അതിന് വിക്റ്റിമാണ്. അപ്പോൾ അടൂർ സാറിൻ്റെ പഴയ എലിപ്പത്തായം എന്ന് പറയുന്നൊരു മൂവിക്കകത്ത് നമ്മുടെ കരമന സാറ് ചെയ്തൊരു കഥാപാത്രം ഇതുപോലെയാണ്. അതൊരു സ്കീസോ ടൈപ്പലാണ്. പാരനോയ ആ ക്ലസ്റ്ററിൽ തന്നെ വരുന്ന ഒരു സ്കീസോ ടൈപ്പൽ നേച്ചർ. അപ്പോൾ ആളുടെ ഒരു പിന്നെന്താ പറയുന്നത് ജീവിതം മുഴുവനും ആ ഒരു ഇല്ലത്തിനകത്തേക്ക് ഒതുങ്ങി പോകുന്നതും. അപ്പോൾ എന്ന് പറഞ്ഞാൽ പാരനോയിസം റിലേഷൻഷിപ്പിനെ ബാധിക്കും എന്നുള്ളത് മാത്രമല്ല, അവരെയും കൂടെ അകത്താക്കി കളയും. അതുപോലെ തന്നെയാണ് BPDs, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. എക്സ്ട്രീമിറ്റീസ് ആണ്, നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. എക്സ്ട്രീമിറ്റീസ് ഇവർക്ക് എത്ര കിട്ടിയാലും മതിയാകത്തില്ല. പിന്നെന്താ എന്ന് പറഞ്ഞാൽ അവർ ഇമോഷണലി ഒട്ടും സ്റ്റേബിൾ അല്ല. എപ്പോഴും ഒരു ഫീലിംഗ് ഓഫ് അബാൻഡൻമെൻ്റ് ആണ്. ഇവരെന്നെ ഇട്ടിട്ട് പോവോ, ഇവരെന്നെ കളഞ്ഞിട്ട് പോവോ, ഇവർ കളഞ്ഞിട്ട് പോയാൽ ഞാൻ എങ്ങനെ നിൽക്കും, എനിക്ക് തന്നെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം ഇന്നർ മൈൻഡിൽ. അതുപോലെയാണ് നമുക്കുള്ളത് NPDs,
നാസിസം. യെസ്. നാസിസം പക്ക വിക്ടിംസ് ആണ് പാർട്ട്നേഴ്സ്. അത് കേട്ടിട്ടുണ്ട്. അതായത് പാർട്ട്ണറിന് നാർസിസ്റ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനോ കാര്യങ്ങൾ ശരിയാക്കാനോ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടണം എന്നാണ് പൊതുവെ പറഞ്ഞു കൊടുക്കുക. അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ നമുക്ക് എല്ലാ NPDs-ഉം അങ്ങനെ ഓടിപ്പോണ്ടുന്ന NPDs അല്ല. ഓക്കെ. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഈ അതിൻ്റെ ട്രീറ്റ് മാത്രമുള്ളവരുണ്ട്. ഈ പറയുന്ന പോലെ അത് ഡിസോർഡറിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ കൂടെ ഒരു സിവിയർ സൈക്കാട്രിക് ഇൽനെസ്സൂടെ ചേർന്നിട്ടൊക്കെ വരുമ്പോഴാണ് അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസും ഇയർലി പിന്നെ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ നടത്തുവാണെങ്കിൽ ആ ഒരു പരിധിവരെയൊക്കെ ഓക്കെ ആക്കിക്കൊണ്ട് വരാം. പക്ഷേ എന്താണ് മാറ്റർ എന്ന് ചോദിച്ചാൽ ഇത് നെക്സ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ആരാണോ കൂടെ നിൽക്കുന്നത് ആ ആളുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെ ഉള്ളതാണെന്നാണ് പരമപ്രധാനം. യെസ്. An empty vessel can never fill a cup. യെസ് യെസ് അപ്പം ഞാൻ ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര ഡ്രെയിനാണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പാർട്ട്ണർ നാർസിസ്റ്റിക്കും കൂടെ ആണെങ്കിൽ അവരെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. അതേസമയം എനിക്ക് നല്ലൊരു ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ട്, എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അവർക്കൊരു എക്സ്ട്രാ മൈലും കൂടെ ഉള്ള ഇമോഷണൽ സ്ട്രെങ്ത് എടുത്തുകൊണ്ട് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ദ തിങ് ഈസ് ഇവർ തെറപ്പിക്കൊക്കെ വില്ലിങ് ആവണം. നാർസിസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഹെൽപ്പ് ഇൻസൈറ്റ് വളരെ കുറവാണ്. കുറവാണ്. ഇൻസൈറ്റ് ടു പുവറാണ്. അപ്പോൾ ഇൻസൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇവരൊരു എന്താ പറയുന്നത് കറക്ഷന് വില്ലിങ് ഫീലിംഗ് ആവത്തില്ല. ആവില്ല. അപ്പോൾ അത് മാത്രമല്ല ഐ എം ഓക്കെ, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്നുള്ളതാണല്ലോ യെസ് അവരുടെ ഒരു യെസ് യെസ്. ട്രെയ്റ്റ്. ഒരു സെൽഫ് റിഫ്ലെക്ഷൻ ഉണ്ടാവില്ല ഇല്ല അല്ലേ? ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല. അവരൊരു ഈ അവരുടെ കാര്യത്തിലാണ് ഈ മാസ്കിങ് ഭയങ്കരമായിട്ട് യെസ്. പിന്നെ നടത്തിക്കൊണ്ട് പോകുന്നത്. പാർട്ട്ണർക്ക് മാത്രമേ ഒരു പക്ഷെ മനസ്സിലാവുള്ളൂ. മനസ്സിലാവും. വേറെ പുറമേയോ ഇത് വെരി ഔട്ടർ സർക്കിൾ വരെ അവരെ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും, യെസ് യെസ്. ഏറ്റവും നല്ല അതൊരു വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു എന്നോടൊരു ലേഡി പറഞ്ഞതാ, ഹസ്ബൻഡ് പിന്നെ എന്താ പറയുന്നത് വീട്ടിൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നവരെ പോലും ഇങ്ങനെ കെയർ ചെയ്യുന്ന കാണുമ്പോൾ ഇങ്ങനെ അവരെല്ലാം ഈ മനുഷ്യൻ എന്ത് നല്ലതാണ് എന്ത് നല്ലതാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് വേവുക. ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അതെ അതെ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ സഫേർഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇഫ് ഐ എം വെരി എന്താ പറയുന്നത് അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ഞാനും ഈ ഗർത്തത്തിനകത്തോട്ട് വീണുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഓടിപ്പോകുന്നതാണ് നല്ലത്. നല്ല. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ പാർട്ട്ണർക്ക് എത്രത്തോളം ട്രോമ ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്? ഉം. അത് ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? അങ്ങനെ പറയാൻ പറ്റുമോ? ട്രോമ ബോണ്ടിങ് ഉണ്ടാകാറുണ്ട്. ഉം. നമ്മൾ പറയും കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാമല്ലോ. അപ്പം ഈ ട്രോമ ബോണ്ടിങ് മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിയിൽ തന്നെയാണ്. ഉം. അവർക്ക് അങ്ങോട്ട് വിട്ടുപോകാൻ പറ്റത്തില്ല. സർട്ടൻ സോർട്ട് ഓഫ് BPDs-ലും ഉണ്ട്, ഓക്കെ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലും ഉണ്ട്. പിന്നെ ആൻഷ്യസ് അവോയ്ഡൻറ്റ് ട്രേറ്റുകാർക്കും ആ. കുറച്ച് ഉണ്ട്. പിന്നെ ഇവരുടെ പൊട്ടൻഷ്യൽസ് ഒന്നും ഇല്ല. എന്നോട് ഒരു ലേഡി പറഞ്ഞതാ, ഈ പിന്നെ ഒരു കൈയുടെ മുദ്ര പോലും എന്നെക്കൊണ്ട് അറിയാതെ എൻ്റെ കൈ അങ്ങനെ ഏതെങ്കിലും മുദ്രയെ വന്നാൽ പോലും എനിക്ക് പേടിയായി ഇപ്പം. നല്ല സ്റ്റേജ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്ന പുള്ളി എങ്ങനെയാണോ റിമോട്ട് കൺട്രോളിനനുസരിച്ച്, പുള്ളി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിൻ്റെ വെള്ളി ഇറങ്ങണമെങ്കിൽ എൻ്റെ പെർമിഷൻ വേണമെന്നുള്ള രീതിയിലുള്ള ആൾ. കൈയുടെ മുദ്ര കാണുമ്പോൾ പേടിയാണെന്ന്. അത്രമാത്രം നമ്മുടെ സെൽഫ് ഡിസ്ട്രോയ് ആയിപ്പോവും. ദാറ്റ് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ്. ഇപ്പോൾ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഞാൻ എപ്പോഴും ക്യൂരിയസ് ആവാറുണ്ട്. എങ്ങനെയാണ് അവരൊരു അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യാന്ന്? ബിക്കോസ് എപ്പോഴും ഇങ്ങനെ മാറി നിൽക്കാനായിരിക്കുമല്ലോ അവർക്ക് എപ്പോഴും ഒരു ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ എത്രത്തോളം ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകൽ അവരെ കൊണ്ട് പോസിബിൾ ആണ്? ഈവൻ ദോ ദേ ഹാവ് എ വെരി ഹെൽത്തി പാർട്ട്ണർ, ഇമോഷണലി സ്റ്റേബിൾ ആണെങ്കിൽ കൂടെ എത്രത്തോളം പോസിബിൾ ആണത്? അവോയ്ഡൻ നേച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആദ്യം വരുന്നത് തൊട്ട് ഹൗ ടു എസ്കേപ്പ്, യെസ്, ഹാവ് ടു അവോയ്ഡ് അല്ലേ? ഫ്ലൈറ്റ് മോഡ് എങ്ങനെ എടുക്കാൻ. യെസ്. ഒരിടത്ത് പോയി ഒരാളുടെ മുഖം ഭാവം ഇഷ്ടപ്പെട്ടില്ല, ഇനി ആളെ വേണ്ട കേട്ടോ, ആളുണ്ടെങ്കിൽ ഞാൻ ആ മീറ്റിങ്ങിന് പോവില്ല. ഒരു സ്ഥലത്ത് പോയി ചെന്നപ്പോൾ എന്തോ ആദ്യം ഒരു ഗോസ്റ്റി ഫീലിംഗ്, ഒരു നെഗറ്റീവ് ഫീലിംഗ്, ആ സ്ഥലത്തോട്ട് ഞാനിനി പോത്തേയില്ല. മനസ്സിലായി? അപ്പോൾ എന്തും എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നാണ് ഇവരുടെ മൈൻഡിലൂടെ പോകുന്നത്. അപ്പം വെരി സപ്പോർട്ടീവ് പാർട്ട്ണർ ആണെങ്കിൽ ഞാൻ പറയും ഇറ്റ്സ് എന്താ പറയുന്നത് ഇറ്റ്സ് പോസിബിൾ.
ഓക്കെ. കാരണം അവർക്ക് ഇവർക്കൊരു റീഅഷ്വറൻസിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇവരെ ചിലവർക്ക് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻസിൽ നിൽക്കാനുള്ളൊരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. ഞാനും കൂടെ വരാം. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് കോൺസ്റ്റന്റ് നമ്മളത് എഫേർട്ട്. കൊടുക്കണം. ഇനി ഈ ചേഞ്ചസ്, ഈ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഒന്നും ഇറ്റ്സ് നോട്ട് ആൻ ഓവർനൈറ്റ് പ്രോസസ്. യെസ് 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 യെസ്. അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത്. പക്ഷെ ആ ചെറിയ ചെറിയ മാറ്റങ്ങളെ നമ്മൾ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും റീഇൻഫോഴ്സ് ചെയ്യുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ ഡെഫിനറ്റ്ലി അവർക്കൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പറയുമ്പോൾ എല്ലാ സമയത്തും പറയും ഇത് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ, കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഡോക്ടറിൻ്റെ ഇതിലുള്ളൊരു ടേക്ക്? മാനേജ്മെൻ്റ് അല്ല, ഇതിനകത്ത് ഹീലിംഗ് പോസിബിളാണ്. ഓക്കെ. മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് എന്നും മാനേജ് ചെയ്താൽ ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ മെക്കാനിക്കൽ ലൈഫ്. ഓക്കെ. നമുക്ക് മൈൻഡ്ഫുൾ ആവുക വേണ്ടുന്നത്. യെസ്. അത് പോസിബിളായി. കാരണം നമുക്ക് ബ്രെയിനൊരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രൂവനാണ്. പിന്നെ പെർസെൻറ്റേജ് ഇറ്റ്സ് ഡിപ്പെൻസ്. ഓക്കെ. 100% ഒന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയും 99 വരെയൊക്കെ പോവാം. ഓ. പക്ഷേ ആള് മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ആളുടെ കൂടെ ഉള്ളവരും ഫാമിലി എൻവയോൺമെൻറ്റും ഈവൻ ദോ ആൾ ഇടപെടുന്ന സൊസൈറ്റിയിൽ കണക്ഷൻസും ഒക്കെ അതിനനുസരിച്ചൊന്ന് ഒരു കൈത്താങ്ങൽ കൊടുക്കാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാം. കാരണം എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ക്ലയൻസിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ആളെന്ന് പറയുന്നത് ഒരു സൂപ്പർബായിട്ടുള്ള ഒരു NPD ട്രെയ്റ്റ്സ് ഉള്ള ആളായിരുന്നു. NPD ട്രെയ്റ്റ്സ്. അപ്പോൾ NPD ട്രെയ്റ്റ്സ് അറിയാലോ, വൈഫൊക്കെ പൊറുതി മുട്ടി കിടക്കുകയാണ്. കുട്ടികളും ആണെങ്കിലും മാരകമായിട്ടുള്ള അഫക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഒരു ദിവസം പെൺകൊച്ച് മീൻസ് 10 വയസ്സുള്ള മോള് പിന്നെ കിച്ചണിലിരുന്നപ്പോൾ അവളുടെ സ്കേർട്ട് കുറച്ച് മാറിക്കിടന്നപ്പം ആൾ പറഞ്ഞ ഡയലോഗാണ് പിന്നെന്താ പറയുന്നത്, ശ്രദ്ധയില്ല. അതുമാത്രമല്ല, അമ്മയായ നിനക്ക് ഒട്ടും ശ്രദ്ധയില്ല. പെൺകുട്ടികളെ ഇങ്ങനെയാണോ വളർത്തുന്നത്? അവർക്ക് പിന്നെ മാനേഴ്സ്, എത്തിക്കേറ്റ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ബ്ലെയിമാണ്. എത്തിക്കേറ്റ്സ് പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ നിരന്തരം. അപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? സ്വന്തം വീട്ടിലെ കിച്ചണിൽ കുഞ്ഞെന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്കേർട്ട് ഒരുപാടല്ല, വൈഫ് കൃത്യമായിട്ടുള്ള അളവും കണക്കും ഒക്കെ പറയുന്നു. മുട്ടിന് മുകളിലോട്ടും പോലും മാറിയിട്ടില്ല. അത് കാര്യമായിട്ടെന്തോ കുക്കിങ്ങിൽ അമ്മയുടെ കൂടെ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ ഇന്ന് ആളുടെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, അവർ ശരിക്കും പറഞ്ഞാൽ ഒരു 12 വർഷത്തോളമായിട്ട് 2 മുറികളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത്രയും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ 2 മുറിയിലായിട്ട് പുറത്തെ വേൾഡിൽ ഞങ്ങൾ ഒന്നാണെന്ന് കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലി. ഇന്ന് അവർ ഓരോ ഒക്കേഷൻസ് കഴിയുമ്പോഴും അവരുടെ ഹാപ്പി ഫോട്ടോസ് നമുക്ക് ഫോർവേഡ് ചെയ്യും. ഇപ്പോൾ US-ലാണ് അവർ. താങ്ക്സ് ഗിവിങ് കഴിഞ്ഞു, ഫോട്ടോ വന്നു. അപ്പം കംപ്ലീറ്റ്ലി പോയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ നല്ലൊരു ഹാപ്പി സ്പേസ് ഉണ്ടായി. അതിനകത്ത് ഞാൻ പറയും, ആ കുട്ടികൾ, ആ ഫാമിലി, ആളുടെ പേരൻസ്. ഇത് ഏറ്റവും കൂടുതൽ വില്ലന്മാരായിട്ട് നിൽക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഈ ഡിസോർഡർ ഉള്ളവരുടെ പേരൻസാണ്. ഒന്ന്, ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും മൂടി വെക്കും. അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. അത് പുറത്ത് എൻ്റെ കുട്ടി, എൻ്റെ മോൻ അങ്ങനെയാ, അവൻ്റെ എല്ലാം ഓക്കെയാ, അവൻ്റെ സ്വഭാവത്തിന് പ്രശ്നമൊന്നുമില്ല, അവൻ പിന്നെ അങ്ങനെ ഒരു രീതിക്കാരനാണെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായി? 2, അവയർനെസ് ഇല്ല. അവയർനെസ് ഉണ്ടെങ്കിൽ മൂടി വെക്കും, അവയർനെസ് ഇല്ല. അടുത്ത പ്രശ്നക്കാരാരാന്ന് ചോദിച്ചാൽ സഹോദരങ്ങളൊക്കെ ആയിരിക്കും. മനസ്സിലായോ? ഈ വരുന്ന പാർട്ട്ണർക്ക് ഇവരുടെ ഈ കേസിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും ഒരുപോലെ നിന്നു. നമ്മൾ ഫാമിലിയിൽ എല്ലാവർക്കും സൈക്കോ എഡ്യൂക്കേഷൻ പോകും. നമ്മളങ്ങനെയാണ്. നമുക്ക് ആർക്കൊക്കെ നമുക്ക് സെഷൻസ് കൊടുത്ത് ഈ എൻവയോൺമെൻറ്റിൽ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അവർക്കെല്ലാം നമ്മൾ സെഷൻസ് കൊടുക്കും, സൈക്കോ എഡ്യൂക്കേഷൻ. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്, അയ്യോ ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം ആയിരുന്നു, അല്ലാതെ അവൻ്റെ കടുംപിടുത്തം കൊണ്ട് മാത്രമല്ല, അവൻ ഇങ്ങനൊരു രീതി അവൻ്റെ സെൻസിറ്റീവ്നെസ്സിൽ നിന്നുണ്ടായതാണെന്നുള്ള ആ ഒരു എമ്പതി ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് പോസിബിളാണ്. പക്ഷേ ഡോണ്ട് എക്സ്പെക്റ്റ് ഇൻ എ വെരി ഷോർട്ട് സ്പാൻ. ദിസ് ഈസ് നോട്ട് ആൻ ഓവർനൈറ്റ് പ്രോസസ്സ്. അപ്പം ലോങ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 90 ദിവസം കൊണ്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാം. ഒരു 21 ദിവസം വേണമല്ലോ നമുക്കൊരു ന്യൂറൽ പാത്വേ സ്റ്റാർട്ട് ചെയ്യാനും. ഒരു 90 ഡേയ്സ് ആവും നമുക്കതൊരു റെക്ടിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് മാറാനും. ഒരു ചെറിയ പെർമനൻസി എന്ന് പറഞ്ഞാൽ ആയി എന്നല്ല, ചിലപ്പോൾ അതിൽ നിന്ന് മുന്നോട്ടും പോകേണ്ടി വരും. ഒരു 6 മന്ത്സും 1 ഇയറും ഒക്കെ പോകുന്നവരൊക്കെ ഉണ്ട്.
3 ഇയേഴ്സ് 5 ഇയേഴ്സും പോകുന്നവരുണ്ട്. പക്ഷേ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് അതുപോലെ കിട്ടും. ആത്മയിൽ ഇപ്പം നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്താ പറയുന്നത് 111ാമത്തെ സെഷൻ പോകുന്ന സെയിം ക്ലയൻ്റ് ഉണ്ട്. അത്രയും ലോങ് പേഷ്യൻസ് ടേം വേണം ലോങ് അല്ലേ? ടേം തെറാപ്പി നമുക്ക് കൂടുതലും നല്ല രീതിയിൽ ലോങ് ടേം തെറാപ്പി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ആ 111ാമത്തെ സെഷൻ ആ ക്ലയൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഹീലിംഗ്, അവർക്ക് കിട്ടുന്ന ബെറ്റർമെൻറ്റ്, യെസ്. അവർക്ക് കിട്ടുന്ന ചേഞ്ച്. ഇനി പ്രോഗ്രസ്. 111ാമത്തെ സെഷനിൽ ഈ തെറാപ്പിസ്റ്റ് പോകണമെങ്കിൽ ഹി ഓർ ഷീ ഈസ് ദാറ്റ് മച്ച് എക്സ്പേർട്ട്. യെസ്. യാ. ആർക്ക് വേണമെങ്കിലും ഫസ്റ്റ് 4 or 5 സെഷൻസ് തള്ളി നീക്കാം അല്ലേ? അവർ വെൻറ്റ് ചെയ്യുമായിരിക്കും. യെസ്. കേട്ടോണ്ടിരുന്നാൽ മതി, ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി, ഉം. മൂളിയാൽ മതി. ഉം. അങ്ങനെ ക്വാളിറ്റിയോട് കൂടി നമുക്ക് തെറപ്പി കൊടുക്കാൻ പറ്റുകയും സൈക്കോ എഡ്യൂക്കേഷൻ ഇവരുടെ ഫാമിലിക്ക് മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റുകയും ഇവർക്ക് നല്ല രീതിയിലുള്ള അവയർനെസ് ഡെവലപ്പ് ചെയ്യും. പ്രോപ്പർ സൈക്കോ തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസും നമ്മളെന്ന് പറയുന്നത് സൈക്കോ തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസിൻ്റെ കൂടെ തന്നെ ഹോളിസ്റ്റിക് അപ്രോച്ചും ഉണ്ട്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ ആർട്ട് തെറപ്പി, ഡാൻസ് തെറപ്പി, ഡ്രാമ തെറപ്പി, ഇങ്ങനെ അവരുടെ നൈസർഗികമായിട്ടുള്ള കഴിവുകളെ പോലും പുറത്ത് കൊണ്ടുവന്ന് കാരണം എല്ലാം മനുഷ്യൻ വെർബലി എക്സ്പ്രസ് ചെയ്യില്ല. അപ്പം അത്തരത്തിലുള്ള എഫർട്ടുകളൊക്കെ ഇടാമെങ്കിൽ പോസിബിളാണ്. ഇങ്ങനെ ഒരു ട്രെയ്റ്റ് ഉള്ള ഒരാൾ ഒരു കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് എത്രത്തോളം കപ്പിൾ തെറാപ്പി അല്ലെങ്കിൽ ഒരു പേഴ്സണലി ഉള്ളത് എങ്ങനെയാണ്, അത് ഏതാണ് കൂടുതൽ ചെയ്യേണ്ടതെന്നായിരിക്കും ഡോക്ടർ സജസ്റ്റ് ചെയ്യുക? ഇസ് ഇറ്റ് ഓൾവേസ് ലൈക്ക് എ കപ്പിൾ തെറാപ്പി, അതോ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്തിട്ട് ഉം. ഒരു മിക്സ് ഓഫ് ഇറ്റ് എങ്ങനെയാണ്? പലപ്പോഴും ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എവിടെ വെച്ചാൽ കണ്ടുപിടിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഉം. മാരീഡ് റിലേഷൻഷിപ്പ്, യെസ്. ലോങ് ടേം റിലേഷൻഷിപ്പിൽ വരുമ്പോഴാണ്. അതിനു മുമ്പ് വരെ ഇതിങ്ങനെ മാസ്ക് ചെയ്തിരിക്കും. കാരണം എന്താ, ഇവരുടെ അച്ഛനും അമ്മയായിട്ടും ഇവരുടെ സഹോദരങ്ങളുമായിട്ടും ഇവർ ജനിച്ചു വളർന്ന നാടുമായിട്ടും ഒക്കെ ആയിരിക്കും കൂടുതൽ ഇടപെടുന്നത്. ഈ അച്ഛനും അമ്മയ്ക്കും ഈ മകൻ എപ്പോൾ മുഖം മാറും, ഈ മകൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് അമ്മമാരായിരിക്കും ഉം. കേട്ടോ ഇതിനകത്ത് അങ്ങ് ഹ്യൂജ് പങ്കും ഏറ്റെടുത്ത് ഇവരെ അങ്ങോട്ട് ദുഃഖിപ്പിക്കത്തില്ല. ഉം. ഇവർക്ക് അങ്ങോട്ടൊരു പ്രശ്നം ഉണ്ടാവാൻ സമ്മതിക്കത്തില്ല. അതിനു മുമ്പ് തന്നെ ഇതെല്ലാം ഇങ്ങനെ കെയർ ചെയ്ത് സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് കൊടുത്ത് പാമ്പർ ചെയ്ത് കെയർ ചെയ്ത് ഡിപ്പെൻഡൻസി ആയാലും ഏത് ട്രീറ്റ് ആയാലും ഇങ്ങനെ അങ്ങ് കൊണ്ട് നടക്കും. പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പലപ്പോഴും റിലേഷൻഷിപ്പ് വരുമ്പോഴാണ്, പാർട്ട്ണറാണ്, പാർട്ട്ണറുടെ റൊമാൻറ്റിക് അടുത്ത്. പാർട്ട്ണറാണ്. അപ്പോൾ പാർട്ട്ണറുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഈ ഡിസോർഡറുള്ള ആൾ പറയുന്നത് എനിക്കിതുവരെയും കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, നിൻ്റെ അടുത്ത് വന്നപ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ പലപ്പോഴും വരുന്നത് അവളുടെ പ്രശ്നം അവൻ്റെ പ്രശ്നമാണെന്നും പറഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നാണല്ലോ നമ്മൾ അറിയുന്നത് യഥാർത്ഥ മനോരോഗി ആരാണെന്നുള്ളത്, യഥാർത്ഥ പ്രശ്നക്കാർ പിന്നെ ആരാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എന്താ പറയുന്നത് സെയിം ക്യാരക്ടറുള്ള അല്ലെങ്കിൽ സെയിം ബോട്ട് പിന്നെ ജേർണി ചെയ്യുന്നവരെ തമ്മിലുള്ള അട്രാക്ഷൻസ് കൂടുതലാണ്. ഓ. അപ്പം രണ്ടുപേരും നല്ല രീതിയിലുള്ള ട്രെയ്റ്റ്സോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസോർഡറോ ആയിട്ടായിരിക്കും വരുന്നത്. ഇതിനകത്ത് മോസ്റ്റ് പ്രിഫറബിൾ മീൻസ് മോസ്റ്റ് ഐഡിയൽ തെറപ്യൂട്ടിക്കൽ അപ്രോച്ച് ഏതാണെന്ന് ചോദിച്ചാൽ രണ്ട് പേരുടെയും അസസ്മെൻ്റ് എടുത്ത് രണ്ട് പേരുടെയും പേഴ്സണാലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇഷ്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് രണ്ട് പേർക്കും ഇൻഡിവിജ്വൽ തെറപ്പി പ്ലസ് കപ്പിൾ തെറപ്പി കൊടുത്തു. അപ്പോൾ ഇൻഡിവിജ്വൽ തെറപ്പി കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിയിട്ടേ നമ്മൾ കപ്പിൾ തെറപ്പി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക പോലും ഉള്ളൂ. കാരണം ഇവർ കപ്പിൾ ഇഷ്യൂസ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ ഇവരുടെ റിയൽ ഇഷ്യൂസ് ഇവരുടെ പേഴ്സണാലിറ്റി ആയിരിക്കും. കാരണം കപ്പിൾ തെറാപ്പി അല്ലെങ്കിൽ കപ്പിൾ ഇഷ്യൂസ് അല്ല റിയൽ ഇഷ്യൂസ്. നമ്മൾ 99% പോയി നോക്കുമ്പം ഇവരുടെ ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സ്, അതായത് വ്യക്തിഗതമായിട്ടുള്ള വ്യക്തിത്വത്തിലുള്ള വിഷയങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻഡിവിജ്വൽ തെറപ്പി ഈസ് എ മസ്റ്റ് ഫാക്ടർ ഇൻ കപ്പിൾ തെറപ്പി എന്ന് ഞാൻ പറയും. യെസ്, യെസ്, യെസ്. ഇപ്പം ഒരു റിലേഷൻഷിപ്പ് എക്സ്പേർട്ടാണ്, എപ്പോഴും റിലേഷൻഷിപ്സ് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഇല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അല്ല, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ധാരണ. ധാരണ. അതായത് റിലേഷൻഷിപ്പിൽ വിള്ളൽ വരുമ്പോൾ അത് ശരിയാക്കി ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് നമ്മുടെ ആഗ്രഹം, അതാണ്. യെസ്. പക്ഷെ എപ്പോഴാണ് അങ്ങനെയല്ല, സെപ്പറേറ്റഡ് ആവുന്നതാണ് നല്ലത് എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും അത് എപ്പോഴാണ് അങ്ങനെ സംഭവം? തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ പല കേസുകളിലും ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന സമയം തന്നെ സിവിയർ ഇമോഷണൽ അബ്യൂസ് ഉണ്ടാവും, സിവിയർ ഫിസിക്കൽ അബ്യൂസസ് ഉണ്ടാവും, സിവിയർ വെർബൽ അബ്യൂസസ് ഉണ്ടാവും. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് നിരന്തരം അവരല്ലാതായി മാറിക്കൊണ്ടിരിക്കുക.
അവരുടെ ഐഡൻറ്റിറ്റി യെസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. യെസ് യെസ് അവരുടെ യെസ് ഐഡൻറ്റിറ്റി മുഴുവനായിട്ട് മാഞ്ഞു പോകുന്ന അവസ്ഥയിൽ അവരുടെ ഉറക്കത്തിന് പ്രശ്നം വരുന്നു. അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ആരുമായിട്ടും ആ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ. എന്നോട് പറഞ്ഞത് ഒരു ലേഡി അവർ കോളേജിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവർ കോളേജിൻ്റെ പല വിങ്ങുകളുടെയും ചെയർപേഴ്സൺ അങ്ങനത്തെ ഉള്ള പൊസിഷൻസൊക്കെ ലീഡ് ചെയ്തിരുന്ന പുള്ളിക്കാരത്തി ഇപ്പോൾ ഒരാളോട് പോലും മിണ്ടാൻ താല്പര്യമില്ല. അവർ വിളിച്ചാൽ പോലും കോള് കട്ടാക്കുന്നു. വേറൊരു ഹസ്ബൻഡ് പറഞ്ഞത് ഒരു സോഷ്യൽ ഗ്യാതറിങ്സിലും പോവാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പോയിട്ട് വന്നാൽ പിന്നെ ഭാര്യയുടെ കുറ്റപ്പെടുത്തലുകളാ. നിങ്ങൾ ആ സ്ത്രീയെ നോക്കിയത് എന്തിനാ? ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പുള്ളി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടിങ്ങനെ ഓപ്പോസിറ്റ് ഇരുന്നത് വേറൊരു ലേഡിയാ. ആഹാരം കഴിച്ചിട്ട് കണ്ണെടുത്തപ്പോൾ ആ ലേഡിയെ ഒന്ന് നോക്കിപ്പോയി. അതിൻ്റെ പേരിൽ ആ മൊമെൻ്റ് തൊട്ട് ഒരാഴ്ചത്തേന് ഈ മനുഷ്യന് സമാധാനമില്ല. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള ഇത് അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇല്ലാതാക്കി നിങ്ങളെ ഓരോ മൊമെൻറ്റും വെർബലി, ഫിസിക്കലി അതുപോലെ സൈക്കോളജിക്കലി എല്ലാം നിങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് അത്രയും വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് എ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് തെറപ്പി എടുക്കാനേ നമ്മൾ നിർദ്ദേശിക്കത്തുള്ളൂ. ഉം. അല്ല ഇപ്പോൾ ഇഷ്യൂസ് ഉണ്ട്, മാനേജബിളാണ്. പിന്നെ മാനേജബിൾ ദാറ്റ് ഈസ് നോട്ട് എ ഹാപ്പി സ്പേസ്, ദാറ്റ് ഈസ് നോട്ട് ആൻ എന്തൂസിയാസ്റ്റിക് സ്പേസ്. ഒരു മാനേജ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറപ്പിയിൽ മുന്നോട്ട് പോകാം. ഇനി ചില കേസസ് ഉണ്ട് അവർ പിന്നെ അവരൊക്കെ എന്ന് പറയുന്നത് ഈ ഡോക്ടർ ഷോപ്പിംഗ് അങ്ങനെ ഓടി നടന്ന് ചെയ്യുന്ന ആളുകളാണ്. ഒരിടത്തും പെർമനൻ്റ് ആയിട്ടൊന്നും നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരിടത്ത് വന്നു ചെയ്തു ഈ സ്ലിപ്പിംഗ് കൂടി ഒന്ന് ശരിയാവും, പിന്നെ സ്ലിപ്പിലോട്ട് പോകും, പിന്നെ ശരിയാവും, പിന്നെ സ്ലിപ്പാവും. അങ്ങനത്തെ ഒരു രീതി തന്നെയുണ്ട് ചില യെസ് യെസ് ഫാമിലീസിന്. യെസ് അങ്ങനെയാണെങ്കിലും ശരിയാവും. ഇപ്പോൾ ഒരു 1000 വട്ടം 10,000 വട്ടം പല രീതിയിൽ ക്ഷമിച്ചു കൊടുത്തു, പിന്നെ ശരിയായി, പിന്നെ ശരിയായി. അത് ദാറ്റ് വിൽ ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് ഇഷ്യൂസ് ഫോർ ആ ഒരു ബോത്ത് പാറ്റേൺ ഓഫ് ദ പാർട്ട്ണർ ആൻഡ് ദ ഹോൾ ഫാമിലി. ആ ലൂപ്പിനകത്താണ് ഇവർ. യെസ് യെസ് ദാറ്റ് യെസ് ലൂപ്പ് ഈസ് നോട്ട് ഗുഡ്. നമ്മളെ ഇപ്പോൾ ബ്ലഡ് ഷുഗർ ഇങ്ങനെ കയറി കുറഞ്ഞു ഇങ്ങനെ നിന്നാൽ എങ്ങനെ ഇന്റേണൽ ഓർഗൻസ് വിൽ അഫക്റ്റ് യെസ് എന്ന് പറയുന്ന പോലെ അത്തരത്തിലൊരു ലൂപ്പാണെങ്കിലും ഡിസ്റ്റൻസ് വേണം. അല്ലാതെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു ദേ ആർ റെഡി ടു ടേക്ക് തെറപ്പി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ് ആണ്, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ എപ്പോഴാണോ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അഫക്റ്റഡ് ആണെന്ന് തോന്നുന്നത് അത്രയും അപ്പോൾ നിങ്ങൾക്ക് മാറി നിൽക്കണം.